കേരളമൊട്ടാകെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കടകളടച്ചുകൊണ്ട് സമരം ചെയ്യുകയാണ്. ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഭക്ഷണ വിതരണ മേഖലയിലെ മുഴുവൻ ആളുകളെയും ഒത്തുചേർത്തുകൊണ്ടാണ് കാറ്ററിംഗ് അസോസിയേഷൻ, ബേക്കറി, അതുപോലെയുള്ള എല്ലാ ഭക്ഷണ വിതരണ മേഖലയും ഒത്തുചേർന്നുകൊണ്ടാണ് സമരം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ കേരളമൊട്ടാകെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, കാറ്ററിംഗ് അസോസിയേഷനൊക്കെ പണിമുടക്കുകയാണ്. ഹോട്ടലുകളൊന്നും ഇന്നുണ്ടാവില്ല. ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലുകളെ ആശ്രയിച്ചു വരുന്നവർ കയ്യിലൊരു പൊതിച്ചോറ് കരുതുക. ഹോട്ടലുകാരെ സംബന്ധിച്ചിടത്തോളം, ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഏകദേശം 1000 രൂപയോളം അടുത്ത് വാണിജ്യ പാചകവാത ഗ്യാസിന് വില കൂട്ടിയ കാര്യം നമ്മൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ഹോട്ടൽ ഉടമകളോടൊക്കെ ചോദിക്കുമ്പോൾ അറിയാം വലിയ ബുദ്ധിമുട്ടിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുട്ടടി പോലെയുള്ള സംഭവമാണ് ഈ വില വർധനയിലൂടെ വന്നിട്ടുള്ളത്. സഹികെട്ട് ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹോട്ടലുകൾ പൂട്ടിയിടുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് യാതൊരു പ്രശ്നമില്ലെന്ന്. ഒരു പട്ടണത്തിൽ ഹോട്ടലുകൾ അടഞ്ഞിട്ടുണ്ടെങ്കിലേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ടൂറിസം സംഭവമാണ്. ടൂറിസം സ്പോട്ടുകളിലൊക്കെ നട്ടം തിരിയും. പ്രത്യേകിച്ച് ഈ സമയം അവധിക്കാലമായതിനാൽ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊരു സൂചനാ സമരമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സമരത്തിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അനിശ്ചിതകാലത്തേക്ക് പല ഹോട്ടലുകാരും ഇന്നു മുതൽ പൂട്ടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കണം. പല ഹോട്ടലുകാരും നടത്തിക്കൊണ്ട് പോകുന്നേ ഉള്ളൂ. ഒന്നാമത് നേരത്തെ മുതൽ പാചകവാത ഗ്യാസിന് ക്ഷാമം വന്നു തുടങ്ങിയപ്പോൾ ഈ നമ്മുടെ ഇവിടെ വന്നെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളെല്ലാം തന്നെ അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുപോയി. അവരാരും ഇപ്പോൾ തിരിച്ചു വരാനായിട്ട് സാധ്യതയില്ല. പല നല്ല പണിക്കാരും ഇപ്പോൾ പല ഹോട്ടലുകളിലും ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഹോട്ടൽ ഉടമകൾ ഇന്ന് പണിമുടക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, കയ്യിലൊരു പൊതിച്ചോറുമായിട്ട് പോകുക. ഇന്ന് ഹോട്ടലുകൾ പണിമുടക്കും. 2-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് 1000 രൂപയോളം ഒരു കുറ്റി ഗ്യാസിന് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഒരു കുറ്റി ഗ്യാസിന് ഈ 3 മാസത്തിനുള്ളിൽ ഏകദേശം 1450 രൂപയോളം ഒരു കുറ്റി ഗ്യാസിന് വർദ്ധിച്ചിരിക്കുകയാണ്. 3000 ചിലാൻ രൂപയാണ് നമുക്കിപ്പോൾ ഗ്യാസിന് വില വരുന്നത്. 1900 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് 3 മാസം കൊണ്ട് അത്രയും കൂടിയ നിരക്കിൽ നമ്മൾ വാങ്ങുകയും ഒപ്പം തന്നെ അത് നമ്മളെ കൊണ്ട്, ഹോട്ടൽ ഉടമകളെ കൊണ്ട് അത് വളരെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗ്യാസ് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടാനില്ലാത്ത സാഹചര്യം നിലവിൽ നിൽക്കുന്നു. പണിക്കാർ മുഴുവൻ, തൊഴിലാളികൾ, പരമാവധി തൊഴിലാളികളും ഇവിടുന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് തിരിച്ചു വരാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. ആകെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഹോട്ടൽ വ്യവസായം വീണ്ടും ഒന്നുകൂടി വളരെ ഏറെ ബുദ്ധിമുട്ടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹോട്ടൽ വ്യവസായം നടത്തിക്കൊണ്ടു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ വ്യവസായം നിന്നുപോയാൽ എന്താണ്ടാവാന്ന് വെച്ചാൽ ഇവിടെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നിന്നുപോകും. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടം. ലക്ഷക്കണക്കിന് തൊഴിലാളികളും ഉടമസ്ഥന്മാരും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് വിഭാഗം കച്ചവടക്കാർ, ബീഫ്, കോഴി മുതലുള്ള കച്ചവടക്കാരും അവരുടെ കുടുംബവും ജീവിച്ചു പോരുന്ന ഈ സ്ഥാപനങ്ങൾ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ട്, സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൂചനാ പണിമുടക്കാണ് നിലവിലിപ്പോൾ ഞങ്ങൾ നടത്തുന്നത്. ഇത് ഒരു കാര്യവും ചെയ്യാതെ വന്നാൽ അത് സ്ഥിരമായിട്ട് അടച്ചിടേണ്ട ഒരു ഗതികേടിലേക്ക് ഹോട്ടൽ വ്യവസായം മാറിക്കൊണ്ടിരിക്കുകയാണ്.